പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി കുഞ്ഞിന്റെ ബന്ധുക്കൾ. കുട്ടി ചികിത്സയിൽ കഴിയുന്ന SAT ആശുപത്രിക്ക് മുന്നിലാണ് പ്രതിഷേധം. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കുഞ്ഞിനെ ഉടൻ ഡിസ്ചാർജ് ചെയ്യില്ല, ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും. കൗൺസിലിംഗിന് ശേഷം കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടാനാണ് ശ്രമം. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, കുഞ്ഞ് ഇപ്പോൾ ചികിത്സയിലാണ്, ആശുപത്രിയിലാണ്. എന്നിട്ടും വീട്ടുകാർ എന്തുകൊണ്ടാണ് കുട്ടിയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്? വേണു, പേട്ടയിൽ നിന്ന് കാണാതായ മേരി എന്ന 2 വയസ്സുകാരി കഴിഞ്ഞ 2 ദിവസമായി SAT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കുട്ടി ഇപ്പോഴും ഇനിയും നിരീക്ഷണത്തിൽ തുടരുമെന്നൊരു വിശദീകരണമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുട്ടിയെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പ്രാഥമിക പരിശോധനകളടക്കം നടത്തി, പിന്നീട് വിദഗ്ധ പരിശോധനകളടക്കം കുട്ടിക്ക് നടത്തിയിരുന്നു. പക്ഷേ കുറച്ചുകൂടി ദിവസങ്ങൾ കുട്ടി നിരീക്ഷണത്തിൽ തുടരണമെന്നൊരു നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ചെറിയ പ്രതിഷേധവുമായി എത്തിയത്. ഇവർ പ്രധാനമായും പറയുന്നത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന 3 പേരെ ഇന്ന് രാവിലെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ്. പക്ഷേ ഈ പോലീസ് കൂട്ടിക്കൊണ്ടുപോയെങ്കിലും കൃത്യമായി ഇവരോട് വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ 3 പേരെ കാണാനില്ല, അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നതാണ് പ്രധാനമായും ഇവർ പരാതിയായി പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഈ ആശുപത്രിയിൽ ബന്ധുക്കൾ എത്തിയത്. ഒപ്പം 2 ദിവസമായി മേരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് പക്ഷേ മേരിയെ കാണാനൊന്നും തന്നെ ആശുപത്രി അധികൃതർ അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവർ പരാതിയായി പറയുന്നത്. ഇതിന് പിന്നാലെയാണ് ഇവർ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി എത്തിയത്. SAT ആശുപത്രിയിൽ ഇവർ ഇപ്പോഴും തുടരുകയാണ്. ഈ കുട്ടിയെ കാണാൻ അനുവദിക്കണം, ഒപ്പം പോലീസ് കൂട്ടിക്കൊണ്ടുപോയ 3 പേരെ കാണണമെന്നതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. കഴിഞ്ഞ അരമണിക്കൂറായി ഇവർ ഇപ്പോഴും ഈ തിരുവനന്തപുരം SAT ആശുപത്രിയിലുണ്ട്. ഈ പോലീസിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തി ഇവരെ പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റാനും പിന്തിരിപ്പിക്കാനൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ കുട്ടിയെ കാണാനൊക്കെ തന്നെ ഇവർ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ കുട്ടിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ മാതാവ് മാത്രമാണ് കുട്ടിക്കൊപ്പം SAT ആശുപത്രിയിൽ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ബന്ധുക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ ഉൾപ്പെടെ കാണാനില്ലായിരുന്നു, അല്ലെങ്കിൽ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പരാതിയാണ് നേരത്തെ ഉയർത്തിയിരുന്നത്. അതിന് പിന്നാലെ ഇവരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും ഇവരുടെ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് നേരത്തെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവിനെ ഇപ്പോൾ എന്തായാലും ഈ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പോലീസ് ഈ ബന്ധുവുമായി എത്തിയ ഒരു കാറിലാണ് എത്തിയിരുന്നത്. ആ കാറിൽ മേരിയുടെ മുത്തച്ഛനെയും കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ആശുപത്രിയിൽ ഈ ബന്ധുക്കളടക്കം ഇങ്ങനെ വന്ന് ഇരുന്ന് പ്രതിഷേധിക്കുന്നത് ശരിയല്ല എന്നൊരു തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ കേസിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ കുട്ടി സ്വയം ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയ സ്ഥലത്ത് പോയതാണോ എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചെങ്കിലും ഒരു കൃത്യമായൊരു വഴിത്തിരിവിലേക്കോ അല്ലെങ്കിൽ നിർണായകമായ ഒരു ലീഡിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നിരവധി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല. മറ്റൊരു സാധ്യത ആദ്യം പോലീസ് പറഞ്ഞത് ഈ കുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കുട്ടി ചിലപ്പോൾ സ്വയം നടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം ആ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 വയസ്സുകാരി അത്രത്തോളം ദൂരം നടന്നു പോകില്ല എന്നതാണ് ഈ ബന്ധുക്കളടക്കം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എത്രയും വേഗം ഒരു നിർണായകമായ ലീഡ് കണ്ടെത്തേണ്ടത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആവശ്യമാണ്. എന്തായാലും ഈ കുട്ടിയുടെ ഒരു മൊഴി കൂടി കേസിൽ ഏറ്റവും നിർണായകമാകും. കാരണം ഈ കുട്ടിയെ നിലവിൽ കൌൺസിലിംഗിന് വിധേയമാക്കുന്നുണ്ട്. 2 വയസ്സുകാരിയാണ്, അത്രത്തോളം സംസാരിക്കാൻ കഴിയുന്ന കുട്ടിയല്ല. പക്ഷേ ഈ തട്ടിക്കൊണ്ടു പോയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സൂചനകൾ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമോ എന്നതാണ് ഇനി പോലീസ് പരിശോധിക്കുന്നത്. അക്കാര്യമടക്കം
പോലീസ് നടപടികളിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇനി അന്വേഷണ സംഘം കടക്കുക. എന്തായാലും SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മേരിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.